ഗുഡ് ഈവനിങ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ടോട്ടൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കോമ്പോണൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്സ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോമ്പോണൻസ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നും അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് ഇറിഡീമബിൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും റിഡീമബിൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അത് രണ്ട് തരത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് ആഫ്റ്റർ ടാക്സിൻ്റെ കേസിലും അതുപോലെ തന്നെ ബിഫോർ ടാക്സസിൻ്റെ കേസിലും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേ ഉള്ളൂ. എനിവേ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. പിന്നെ ഞാനിവിടെ രണ്ട് രീതിയിലും പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്, അതായത് സ്ക്രീനിൽ കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് മേ ബി എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നോട്ട്സിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ, ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ട്. എനിവേ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറിഡീമബിൾ ഡെപ്റ്റിലെ ബിഫോർ ടാക്സ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇറിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആ ലൈഫ് ടൈമിൽ, അതായത് ഒരു കമ്പനിയുടെ ലൈഫ് ടൈമിൽ റിഡീം ചെയ്യാനുള്ള അല്ലെങ്കിൽ റീപേ ചെയ്യേണ്ടാത്ത ഡെപ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഇറിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറിഡീമബിൾ ഡെപ്റ്റ് എങ്ങനെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എങ്ങനെയത്, അതായത് ഒരു ഫിക്സഡ് പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്താണ്, അതൊരു ഇറിഡീമബിൾ ഡെപ്റ്റ് ആണ്. ഒരു വർഷം ഒന്ന് സ്പെസിഫൈ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ഇറിഡീമബിൾ ഡെപ്റ്റ് ആണ്. പിന്നെ അത് ബിഫോർ ടാക്സ് ആണോ ആഫ്റ്റർ ടാക്സ് ആണോ മനസ്സിലാക്കുന്ന രീതി ഞാൻ പറഞ്ഞു. അതായത് ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ആഫ്റ്റർ ടാക്സ് ആണ്. അതല്ല ഇനി ടാക്സ് തന്നിട്ടില്ലെങ്കിൽ ബിഫോർ ടാക്സ് ആണ്. എനിവേ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നടക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ട് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് ബിഫോർ ടാക്സ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാട്ടോ. അപ്പോൾ ഞാൻ വല്ലാണ്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് നീട്ടി വലിക്കുന്നില്ല. ഓക്കെ, കെ ഡി ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. ഐ ഈക്വൽ ടു ഇൻട്രസ്റ്റ് ആണ്, എൻ പി എന്ന് പറയുമ്പോൾ നെറ്റ് പ്രൊസീഡ്സ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. എ കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 1,00,000 10% ഡിബഞ്ചേഴ്സ് അറ്റ് പാർ, കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അതായത് ഇവിടെ 1,00,000 ഡിബഞ്ചേഴ്സ് ആണുള്ളത്, 10% ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്. അത് പാറിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് എന്ത് മനസ്സിലാക്കാം, ഇതെന്താണ്, ഇതൊരു ഇറഡീമബിൾ ഡെപ്റ്റ് ആണ്. അതായത് ഇവിടെ എന്ത് തന്നിട്ടില്ല, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള പീരീഡ് തന്നിട്ടില്ല. സോ ഇതെന്താണ്, ഒരു ഇറഡീമബിൾ ഡെപ്റ്റ് ആണ് മനസ്സിലാക്കി. പിന്നെ ആഫ്റ്റർ ടാക്സ് ആണോ ബിഫോർ ടാക്സ് ആണോ മനസ്സിലാക്കണം. ആഫ്റ്റർ ടാക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ, ഇവിടെ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ എന്ത് തന്നിട്ടില്ല, ആഫ്റ്റർ ടാക്സ് റേറ്റ് തന്നിട്ടില്ല. സോ ഇതെന്താണ്, ബിഫോർ ടാക്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഇക്വേഷൻ എഴുതി വെക്കുക. അതായത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതി വെക്കാം. അതായത് കെ ഡി ഈക്വൽ ടു, കെ ഡി എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെയാണ് കെ ഡി ഡിനോട്ട് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. കെ ഡി ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. ഐ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ആണ്. അതായത് ഈ 1,00,000ൻ്റെ 10% ആണ് ഇവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഐ ആദ്യം കാണാം. 1,00,000 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു നമുക്ക് 10,000 കിട്ടി. അപ്പോൾ ആ 10,000 ആണ് ഇവിടെ എന്ത് വരുന്നത്, ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഈ എൻ പി. എൻ പി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പാറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാറിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 1,00,000 കൊടുത്താൽ മതി. അതല്ല ഇനി പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എൻ പിയുടെ കൂടെ പ്ലസ് ചെയ്യണം. അതല്ല ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എൻ പിയിൽ നിന്നും മൈനസ് ചെയ്യണം. എന്നിട്ട് വേണം ആ എമൗണ്ട് നമ്മളിവിടെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്തു, എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 10% കിട്ടി. അതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇത് മേ ബി എല്ലാവർക്കും ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സോ ഇത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇറഡീമബിൾ ഡെപ്റ്റിലെ ക്വസ്റ്റ്യൻ വന്നാൽ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്. അതായത് ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷൻ ആണത്. പിന്നെ ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ ഞാൻ ബാക്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറയാം. എനിവേ ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷൻ കെ ഡി ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഐ ഈക്വൽ ടു ഇൻട്രസ്റ്റ്, എൻ പി ഈക്വൽ ടു നെറ്റ് പ്രൊസീഡ്സ്. ഐ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തരില്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എൻ പി പിന്നെ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 1,00,000 10% ഡിബഞ്ചേഴ്സ് അറ്റ് പാർ, കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു. ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതായത് ഇതൊരു ഇറഡീമബിൾ ഡെപ്റ്റ് ആണോ, അതായത് ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ് എന്ത് പറഞ്ഞിട്ടത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ അത് 2 ടൈപ്സ് ആണുള്ളത്, ഇറഡീമബിൾ ഡെപ്റ്റും റെഡീമബിൾ ഡെപ്റ്റും. അങ്ങനെയാകുമ്പോൾ ഇറഡീമബിൾ ഡെപ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മളൊരു കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ ആ ഒരു ടൈമിൽ, അതായത് കമ്പനിയുടെ ലൈഫ് ടൈമിൽ റീപേ ചെയ്യേണ്ടാത്ത ഡെപ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഇറഡീമബിൾ ഡെപ്റ്റ് നമ്മൾ പറഞ്ഞു. അതായത് ആ ഒരു ടൈമിൽ എന്ത് പറഞ്ഞിട്ടാലും ഒരു സ്പെസിഫൈഡ് ഇയറോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അങ്ങനത്തേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതുമായിട്ട് മാച്ചാണ്. കാരണം ഇവിടെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പീരീഡോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് തന്നെ ഇതൊരു ഇറഡീമബിൾ ഡെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത് ബിഫോർ ടാക്സ് ആണോ അതോ ആഫ്റ്റർ ടാക്സ് ആണോ എന്നുള്ളത്. ഇപ്പോൾ ബിഫോർ ടാക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ടാക്സ് റേറ്റ് പറഞ്ഞിട്ടില്ല. അതല്ല ആഫ്റ്റർ ടാക്സ് ആണെന്നുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ടാക്സ് റേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെന്താണ് ഒരു ബിഫോർ ടാക്സ് ആണ്. സോ നമ്മൾ ഈ ഇക്വേഷൻ എടുത്ത് ഇങ്ങോട്ട് എഴുതാം. KD = I / NP × 100. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ആദ്യം ഏത് പ്രോബ്ലം നമ്മൾ ക്വസ്റ്റ്യൻ തന്ന് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എടുത്ത് എഴുതുക. എന്നിട്ട് ബാക്കി അതിൻ്റെ സ്റ്റെപ്പായിട്ട് ചെയ്യുക കേട്ടോ. ആദ്യം ഇക്വേഷൻ എഴുതണം. അത് ഏത് സബ്ജക്റ്റ് ആയാലും ഏത് പ്രോബ്ലം ആയാലും ആദ്യം നമ്മൾ ഇക്വേഷൻ എടുത്ത് എഴുതുക, അതിന് ശേഷം പിന്നെ പ്രോബ്ലം ചെയ്യുക. എനിവേ ഇതിൽ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടൊന്നും അവരെന്ത് പറഞ്ഞിട്ടില്ല, ഡയറക്റ്റ്ലി അവർ തന്നിട്ടില്ല. സോ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. I = നെറ്റ് പ്രൊസീഡ്സ്, അതായത് ഈ എമൗണ്ടിൻ്റെ 10% ആണ് നമ്മൾ എന്ത് കാണേണ്ടത്, ഇൻട്രസ്റ്റ് കാണേണ്ടത്. അപ്പോൾ 1 lakh × 10 / 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 10,000 കിട്ടി. അതാണ് നമുക്കിവിടെ വന്നിട്ടുള്ള ഈ 10,000 എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടുള്ളതിനാണ് 1 lakhനാണ്. അപ്പോൾ ഇതാണ് ഇവിടെ 1 lakh. അതല്ല, ഇനിയിപ്പോൾ അതിവിടെ പാറിലാണ് ഇവർ ഇഷ്യൂ ചെയ്തത്, അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ 1 lakh തന്നെ വന്നത്. അതല്ല അത് പ്രീമിയത്തിനാണെന്നുണ്ടെങ്കിൽ എന്ത്, ഈ പാറിൻ്റെ കൂടെ ഈ എമൗണ്ടിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ആ പ്രീമിയത്തിൻ്റെ അഡീഷണൽ എമൗണ്ട് ഉണ്ടല്ലോ അത് ആഡ് ചെയ്യണം. അതല്ല ഇനി ഡിസ്കൗണ്ടിനാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഡിസ്കൗണ്ട് എമൗണ്ട് ലെസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പാറിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 10,000 / 1 lakh × 100. അപ്പോൾ നമുക്ക് 10% കിട്ടും. അപ്പോൾ ഈ 10% ആണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അതായത് ബിഫോർ ടാക്സ് എന്ന് പറയുമ്പോൾ, അതായത് ഇറഡീമബിൾ ഡെപ്റ്റിൽ ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മേ ബി 2 മാർക്സിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത്ര സ്റ്റെപ്പല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ 2 മാർക്സിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ ഇത്രയൊക്കെ തന്നെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊന്നും വരില്ല, പാറ് തന്നെയായിരിക്കും അധികമായിട്ട് വരുന്നത്. ഇനി അഥവാ വരികയാണെങ്കിൽ തന്നെ പ്രീമിയം ഡിസ്കൗണ്ട് ആയിരിക്കും. പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ എമൗണ്ടിൻ്റെ കൂടെ പ്രീമിയം എമൗണ്ട് കൂട്ടി കൊടുക്കുക. എന്നിട്ട് അത് ഇവിടെ എഴുതണം. ഇപ്പോൾ നമ്മളിവിടെ ഈ 1 lakh എഴുതില്ലേ, അവിടെ ഈ പ്രീമിയം എമൗണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് എഴുതുക. ഇനി ഡിസ്കൗണ്ട് ആണെങ്കിൽ പ്രീമിയം എമൗണ്ടും കൂടെ കുറച്ചിട്ടുള്ള എമൗണ്ട് എഴുതുക. അങ്ങനെ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ പറഞ്ഞ കാൽക്കുലേഷൻ തന്നെ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നോട്ട്. പ്രീമിയം ആണെങ്കിൽ NP കൂടെ പ്ലസ് ചെയ്യുക, ഡിസ്കൗണ്ട് ആണെങ്കിൽ NPയിൽ നിന്ന് മൈനസ് ചെയ്യുക. ഇതാണ് എന്ത് പറഞ്ഞത്, ഇറഡീമബിൾ ഡെപ്റ്റിൽ ബിഫോർ ടാക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്.